ചെറിയമ്മ കിടന്നോ? ഉവ്വ്. ആ കല്യാണി ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കെങ്ങാൻ എണീറ്റ് ഞാൻ കിടക്കണടത്തില്ലാന്ന് കണ്ട. എന്താ ഉണ്ണേട്ടാ? ഒന്നുമില്ല മോളെ, ഉള്ളിലെ ഭാരം ഒന്ന് കരഞ്ഞു തീർക്കാൻ കൂടെ കഴിയണില്ലല്ലോ. എല്ലാവർക്കും ധൈര്യം കൊടുത്ത് താങ്ങി നിർത്തി ഉണ്ണിയേട്ടൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഇപ്പൊ ഉണ്ണിയേട്ടന് എല്ലാവർക്കും ഒരു ആശ്വാസം. ഒരിക്കലും തളരരുത്. അതിരെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിളിക്കുമ്പോഴാ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് ഓർമ്മ വരിക. ബാക്കി എല്ലാവർക്കും കുട്ടിയാണല്ലോ. നിനക്ക് മടുത്താ മോളെ ഈ എച്ചിൽ പാത്രങ്ങൾക്കിടയിലുള്ള ജീവിതം? ഒരിക്കലും ഇല്ല ഉണ്ണിയേട്ടാ. എനിക്കൊരു ജീവിതം തന്നത് ഈ വീടല്ലേ. അമ്മയുടെ സഞ്ചയനം കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു പോയപ്പോ ദ്രവിച്ച് നിലം പറ്റാൻ തുടങ്ങിയ വീടും കണ്ണു കാണാൻ വയ്യാത്ത മുത്തശ്ശിയും വിട്ട് നാണനായരുടെ കൂടെ പടിയിറങ്ങുമ്പോ ഞാനൊന്നും ആശിച്ചിരുന്നില്ല. പക്ഷേ കാത്തിരുന്നത് ഭാഗ്യം തന്നെയാ. ഒരു വേലക്കാരി എന്നുള്ള നിലയ്ക്ക് ആരും കണ്ടിട്ടില്ല. നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മാണിക്യം, ഇതാ ഇപ്പോഴത്തെ സന്തോഷം. അതുപോലെ പേടിയും. ഇനിയും മാറിയില്ല പേടി? ഇപ്പൊ തന്നെ ആരേലും വന്ന് കണ്ടാ നാളെ നേരം വെളുക്കില്ല. പിന്നെ എന്റെ സ്ഥാനം പടിക്ക് പുറത്താവും. പടിക്ക് പുറത്തുള്ള ലോകത്തേക്ക് നിന്നെ തനിച്ചയക്കോ? വല്യമ്മാവന്റെ മുഖത്ത് നോക്കി ഇതങ്ങ് പറയാൻ ധൈര്യക്കുറവുണ്ട് എന്നുള്ള നേരാ. എന്നാലും അപ്പു ഏറ്റതായിരുന്നു എല്ലാം ശരിയാക്കിക്കൊള്ളാന്ന്. ദൂരെയുള്ള ഏതോ ലോകത്തിരുന്ന് അനുഗ്രഹവും ശക്തിയും തരും.